പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു പ്ലാനിങ് ഉണ്ടാവും, നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവും. എങ്ങനെയായിരിക്കണം എൻ്റെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച്. നമ്മുടെ വിവാഹം എങ്ങനായിരിക്കണം, ആ ആഘോഷ പരിപാടികൾ എങ്ങനായിരിക്കണം, നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, നമ്മുടേതായ ചില സങ്കല്പങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മരണം എങ്ങനായിരിക്കണമെന്ന്? നമ്മുടെ മരണസമയത്ത് ആരൊക്കെ ആയിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന്? എൻ്റെ അവസാന യാത്ര എങ്ങനായിരിക്കണമെന്ന്? എൻ്റെ മരണം വീട്ടിൽ വെച്ചായിരിക്കണോ, അതല്ല മറ്റേതെങ്കിലും സാഹചര്യത്തിലോ സന്ദർഭത്തിലോ ആയിരിക്കണോ? തനിച്ചിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കണോ, ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിലായിരിക്കണോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ എൻ്റെ മരണം എങ്ങനെയാണ്? എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരായിരിക്കും? എന്നെ കഫം പുടവ അണിയിക്കുന്നത് ആരായിരിക്കും? എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ആരായിരിക്കും? എന്നെ കാണാൻ ആരൊക്കെയാണ് വരിക എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവസാന സന്ദർഭത്തിൽ നമ്മൾ ഭൂമിയോട് വിട പറയുമ്പോൾ സന്തോഷത്തോടു കൂടിയാണോ നമ്മൾ വിട പറയുക, അല്ല വേദനയോടുകൂടിയും പ്രയാസത്തോടു കൂടിയുമാണോ നമ്മൾ വിട പറയേണ്ടി വരിക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ചില ആത്മാക്കൾ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും അവരുടെ റൂഹുമായി, ശരീരവുമായി ആ റൂഹ് വേർപിരിയുക. വേറെ ചില ആത്മാക്കൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും ആ ശരീരവുമായി ആ ആത്മാക്കൾ വേർപിരിയുക. എങ്ങനായിരിക്കും നമ്മുടെ മരണം? അലി റളിയല്ലാഹു അൻഹു തഖ്വയെക്കുറിച്ച് നടത്തിയ ഒരു വിശദീകരണത്തിൽ എന്താണ് തഖ്വ എന്നതിനെ കുറിച്ച് പറയുന്നത്? വസ്തിദാദു ലിയൗമിർ റഹീൽ, അവസാന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്ന് തഖ്വയുടെ ഭാഗമാണ്. ഈ റമദാനിലൂടെ നമ്മൾ തഖ്വ ആർജിക്കുമ്പോൾ എൻ്റെ അവസാന മടക്കയാത്ര എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് പല സങ്കല്പങ്ങളും നമുക്കുണ്ടാവും. മരണം അത് സുനിശ്ചിതമായ ഒന്നാണല്ലോ. വമൻഹാബ അസ്ബാബൽ മനായ എനൽ നഹു വലൗനാല അസ്ബാബസ്സമായി ബിസുല്ലമി. മരണത്തിൻ്റെ കാരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പല ശ്രമങ്ങൾ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കും. കോണി വെച്ച് ആകാശത്തിലേക്ക് കയറാൻ അവൻ ബന്ധപ്പെടുകയാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്തെല്ലാം മരണകാരണങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവസാനം മരണത്തെ അവൻ ഉൽകുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫി ബുറൂജി മുശയ്യദ, കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു കോട്ടയ്ക്കകത്ത് മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒളിച്ചിരുന്നാലും അവിടെയും മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. അവസാന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ ഈ റമദാൻ, അതിലെ കർമ്മങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.